ഹലോ ഗായ്സ്. അപ്പോൾ അടുത്ത നമ്മൾ ഹാർഡ് കോർ എപ്പിസോഡ് 2ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ മെയിനായിട്ട് ഗോൾ ഇപ്പോൾ തന്നെ പറഞ്ഞുതരാം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരു ഒരു എന്താ നമുക്കൊരു ഇതുണ്ടാക്കണം, ഫാം ഉണ്ടാക്കണം. വീറ്റ് ക്യാരറ്റ് പൊട്ടാറ്റോ. അപ്പോൾ അത് പറ്റിയൊരു ചെറിയൊരു ബിൽഡും ആക്കണം. ഒരു കുഞ്ഞേ ബിൽഡും ആക്കിയിട്ട് സെറ്റ് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ ഓഫ് ക്യാമറയിൽ കുറേ ഇതൊക്കെ നമ്മൾ ചെയ്തേക്കണ്. നമ്മൾ ബ്രൂസ് ബയോമി പോയി ബ്രൂസ് ഫുഡ് കൊടുന്ന്, പിന്നെ അതേപോലെ മൈനിങ് ഏരിയ സെറ്റ് ചെയ്ത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഓഫ് ക്യാമറയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓൾറെഡി സാധനങ്ങളൊക്കെ ഞാൻ ഓൾറെഡി കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. നമ്മളെ ഫാം ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ഓൾറെഡി കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. പിന്നെ കുറച്ച് ഡേട്ട് ആവശ്യമുള്ളൂ. ഡേറ്റിൻ്റെ കുറച്ച് ആവശ്യമുള്ളൂ. പിന്നെ കുറച്ച് ഏരിയ ക്ലിയർ ചെയ്യാണ്ട്. നമ്മൾ ഏരിയ തീരുമാനിച്ചിട്ടില്ല, എവിടെ ഉണ്ടാക്കേണ്ടതെന്ന് തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് നമ്മളെ ബേസ് കാണാം. ബേസും എല്ലാം മാറ്റമൊന്നും മാറിയിട്ടില്ല. പിന്നെ കോർപ്പർ ആർമറൊക്കെ ഇട്ട് വെച്ചിരിക്കണ്. കോർപ്പർ ആർമർ ഇട്ട് കാണിച്ചു തരാം. കോർപ്പർ ആർമർ ഈ തലയുള്ള എന്താണെന്ന് നോക്കട്ടെ, അതൊരു തരം മോഡാണ്. മോഡെന്ന് വെച്ചാൽ നമ്മളെ സർവൈവലൊന്നും ഒരു ബാധിക്കില്ല. ജസ്റ്റ് ഒരു ലൈറ്റ് കിട്ടാൻ വേണ്ടി മോഡാണ്. നമ്മളെ എന്ന് വെച്ചാൽ നമ്മളെ ടോർച്ചൊക്കെ ഇനി റൈറ്റ് ഹാൻഡിൽ വെക്കാൻ പറ്റും. ആ ടൈപ്പ് ഒരു മോഡാണ്. അതിൻ്റെ വെക്കാൻ പറ്റണല്ലോ. ഇതേപോലെ ടോർച്ചൊക്കെ നമുക്ക് റൈറ്റ് ഹാൻഡിൽ വെക്കാം ഇനി മുതൽ. എന്നുവെച്ചാൽ മറ്റേ ഡൈനാമിക് ജാവയുള്ളതുപോലെ ഡൈനാമിക് ലൈറ്റാണ്. നമ്മൾ ഇങ്ങനെ ടോർച്ച് വെച്ച് നടക്കുമ്പോൾ അവിടെ ഇങ്ങനെ ലൈറ്റ് അടിക്കും. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ നമ്മളിവിടെ നമ്മളെ പുതിയ കോപ്പർ ഗോളത്തിനെ കൊടുക്കുന്നുണ്ട് ഈ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. മൈൻ ചെയ്യുമ്പോൾ കോപ്പർ കിട്ടിയപ്പോൾ സെറ്റ് ചെയ്താണ്. വേണ്ട ഇത്ര അധികം പ്രൂസ് ഫുഡ് കളക്ട് ചെയ്തിട്ടുണ്ട്. ഇത്ര അധികം ഒന്നും വേണ്ട, നമുക്ക് 2-3 സ്റ്റേക്ക് മാത്രം മതി. ഒരു സ്റ്റേക്കിൻ്റെ തികച്ചും വേണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇത് മൈനിങ് ചെയ്തപ്പോൾ കിട്ടിയ ബ്ലോക്ക്, നമ്മൾ നേച്ചർ ഐറ്റംസ് നമ്മൾ സോർട്ടൊക്കെ ഇപ്പം തന്നെ ഇത് നമ്മൾ വില്ലേജ് കുറച്ച് ഇത് ചെയ്തപ്പോൾ കിട്ടിയ കുറച്ച് ഇതും, പിന്നെ അയൺ ഇതും, പിന്നെ 23 അയൺ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇന്ന് മാക്സിമം അയൺ ആർമർ ആവാൻ ടൂൾസ് ആവാൻ നോക്കണം. പിന്നെ ഇത് വാല്യുബിൾ ചെസ്റ്റാണത്. വാല്യുബിൾ ചെസ്റ്റിൽ അധികമൊന്നുമില്ല, ജസ്റ്റ് കുറച്ച് ഇത്ര സാധനങ്ങൾ കൊഞ്ഞത്. ഇതൊക്കെയാണ് നമ്മളിന്ന് മെയിനായിട്ട് ഇത് പൊട്ടാറ്റോ ക്യാരറ്റ് ബീറ്റ് മെയിനായിട്ട് 3 ഫാർമും ഇതാണ് സെറ്റ് ചെയ്യണം. നമ്മൾ ഫുഡിനുള്ള ഇതാക്കാനാണ്. ഫുഡ് സെറ്റ് ചെയ്യണം. ഫുഡില്ലെങ്കിൽ നമുക്ക് ഹാർഡ് കോർ ഫുഡ് വേറെ എന്തെങ്കിലും ഫുഡില്ലായിട്ട് ഒരിക്കലും ഹാർഡ് കോർ ചാവരുത്. ഉണ്ടാവും നമ്മൾ പ്രൂസ് ബയോം അതേപോലെ ചെറിയൊരു ബിൽഡും ചെയ്തിട്ട് മേലക്ക് കയറാൻ വേണ്ടിയിട്ട് ഒരു ഇത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ ഷുഗർ കെയിൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അത് ഞാൻ കുറച്ച് നട്ട് കുറേ നമ്മൾ ഇവിടെ ചുറ്റുമാക്കിയിട്ടുണ്ട്. നട്ടിട്ട് അതേപോലെ തന്നെ ഇതുവരെ നട്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ പൊളിക്കണം, അത്യാവശ്യം കിട്ടും. നമ്മൾ ഈ മാക്സിമം ഈ ഐലൻഡ് ഫുൾ നമ്മൾ ഷുഗർ കെയിനിൽ പൊളിക്കണം. പിന്നെ ഒരു കുതിരയുണ്ട്, അത് പിന്നെ വലിയ കാര്യമില്ല. പിന്നെ 2 ഇതുണ്ട്. പിന്നെ ഒരു ബീ ഹൈവ് അവിടെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ ഓക്ക് സ്ലാപ്പിങ് നട്ടപ്പോൾ കുറച്ച് സ്പ്രൂസും കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ മൈനിങ് ഏരിയ ഇതുവരെ ഉള്ളൂ. മറ്റേ സ്റ്റെയർ മൈനിങ് ചെയ്യാൻ നിന്നില്ല. മറ്റേ ഈ ഡിക്ക് മൈനിങ് ചെയ്തിട്ട് താഴത്ത് വരെ ലെവൽ 15 വരെ നമ്മൾ ഇത് ചെയ്ത്, ലെവൽ 16 വരെ നമ്മൾ അയൺ മൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ലെവൽ 16 വരെ നിന്ന്. പിന്നെ നമ്മൾ വീണ്ടും ഡയമണ്ട് മൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് -60 വരെ നമ്മൾ -59 വരെ ലെവൽ ടിക്ക് മൈൻ ചെയ്ത് പിന്നെ നമ്മൾ മൈൻ ചെയ്യുന്നതായിരിക്കും. അവിടെ കുറച്ച് ഗോൾഡ് കിട്ടിയിട്ടുണ്ട്. വേറെ ഗോൾഡ് മൈൻ ചെയ്തപ്പോൾ കിട്ടിയാണ്. പിന്നെ കുറച്ച് 2 ഡയമണ്ടും കിട്ടിയിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, വേറെ ഒന്നും പ്രത്യേകിച്ച് ഒന്നും കിട്ടിയിട്ടില്ല. ഓവറായിട്ട് മൈനൊന്നും ചെയ്യാൻ നിന്നിട്ടില്ല. അതാണ് നമ്മൾ നേരെ നമ്മളെ ബേസിക്ക് പോയിട്ട് നമുക്ക് ഇന്നത്തെ ബിൽഡ് ചെയ്യാൻ നോക്കാം. എന്നിട്ട് ബിൽഡ് ഓൾറെഡി നിങ്ങൾ തമ്പനിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അന്നേരം ഈ ബിൽഡ് ചെറിയൊരു കുഞ്ഞൊരു ബിൽഡ് എനിക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ മാക്സിമം അത് ബിൽഡ് ചെയ്യുന്നതായിരിക്കും. അതിനൊരു നല്ലൊരു സ്ഥലം നോക്കിയെടുക്കണം. ആദ്യം സ്റ്റെപ്പ് കയറാം.
നിങ്ങൾക്ക് എന്തെങ്കിലും സൗണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ വല്ല സൗണ്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതൊക്കെ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് കീബോർഡിൻ്റെ സൗണ്ടാണ്. പിന്നെ ഒരു ബെഡ് ഉണ്ട്, രാത്രി ആകുമ്പോൾ പുറത്തേക്ക് ഇറങ്ങാണ്ടിരിക്കാം. പിന്നെ നമ്മൾ കണക്റ്റ് ഗ്ലാസ് മോഡ് ആഡ് ചെയ്തിരിക്കണം, ഫുൾ ഗ്രാസ് ബ്ലോക്ക് ആ മോഡ് ആഡ് ചെയ്തിരിക്കണം. പിന്നെ ഒരു പുതിയ ടെക്സ്ചർ പാക്ക് ആഡ് ചെയ്തിരിക്കണം. മറ്റേ ആനിമേഷൻ വെച്ചാൽ മറ്റേ ഇതിനൊക്കെ ആനിമേഷൻ കിട്ടണ അതിൻ്റെയാണ് ഈ വെളിച്ചൊക്കെ. പിന്നെ മരത്തിൽ നിന്ന് ആപ്പിളിൻ്റെ ചിഹ്നം, അതൊക്കെയാണ് ഇതിൻ്റെ കൊണ്ട് പ്രത്യേകത. പിന്നെ അതൊന്നുമില്ല. പിന്നെ വേറെ വല്ല മോഡൊന്നും. ഇത് മറ്റേ ഈ ടെക്സ്ചറിൻ്റെ ഒപ്പം കിട്ടിയ ഇതാണ്. നമ്മൾ ഇതിനൊരു തൽക്കാലത്തിനൊരു ബെഡ് എടുത്തിട്ട് കൈ വെക്കുക. വേണമെങ്കിൽ ഇതാവുമല്ലോ. അപ്പോൾ ഒരു 3 സ്റ്റാക്ക് എന്തായാലും കൈ വെക്കുക. 2 സ്റ്റാക്ക് 30 വുഡ് എന്തായാലും കൈ വെക്കുക. പിന്നെ 2 ചെസ്റ്റും ആണല്ലേ. മറ്റേ ചെസ്റ്റ് മതി. ഇവിടെ ഓൾറെഡി ഫർണസി കുക്ക് ചെയ്യാൻ വെച്ചത് ഇവിടെ ചെറിയൊരു ഇതുണ്ട്. 22 22 ഇതൊന്നും വേണ്ട. ഇതെന്ന് വെച്ചാൽ ചെറിയ ഒരു നമുക്കെന്തായാലും ഇപ്പോൾ തൽക്കാലത്ത് കൊണ്ടും വേണ്ടി വരും. എത്ര സാധനങ്ങൾ ആവശ്യമുള്ളൂ. പിന്നെ കുറച്ച് ഫുഡാണ്, ക്യാമ്പ് ഫയർ, മറ്റേ ഫുഡൊക്കെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ബ്രൂസ് ബയോം കാണിച്ചു തരാം എവിടെ ഉള്ളത്. കുതിരക്ക് അത്യാവശ്യം സ്പീഡുള്ള ഒരു കുതിരയാണ്, അതുകൊണ്ടാണ് ഈ കുതിരനെ എടുത്ത് ഇറങ്ങുന്നത്. പിന്നെ ഒരു വേറെ വില്ലേജ് കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ വില്ലേജ് ഒഴികെ പിന്നെ അവിടെ 2 വില്ലേജറിനെ പൂട്ടിയിട്ടുണ്ട്. ഈ വീട്ടിൽ 2 വില്ലേജറിനെ പൂട്ടിയിട്ടുണ്ട്. നമ്മൾ ബ്രീഡർ ഇതൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 വില്ലേജർ ഇവിടെ പൂട്ടിയിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു റൂയിൻ്റെ പോർട്ടലുണ്ട്. അതിന് നമ്മൾ ഇവിടെ ലാവാപ്പൂളും ഉണ്ട്. അപ്പോൾ നമുക്ക് ലാവാപ്പൂളൊക്കെ തൊട്ടടുത്ത് കിട്ടിയോണ്ട് വളരെ ഉപകാരമാവും. നമുക്ക് ഇതൊക്കെ ഒബ്സിഡിയനൊക്കെ വേണമെങ്കിൽ ഇത് എടുക്കുക. പിന്നെ ഒരു റൂയിൻ്റെ പോർട്ടലുണ്ട്. അത് ഞാൻ ലൂട്ടൊന്നും ചെയ്തിട്ടില്ല, കാണിച്ചു തരാം. കണ്ട അത്ര ലൂട്ടുണ്ട്. കണ്ട ഒരു ഗോൾഡൻ ആപ്പിൾ, ഒരു ഗോൾഡൻ ലെഗിൻസ്, പിന്നെ അങ്ങനെ കിട്ടുന്നുണ്ട്. നമുക്ക് തീരെ ചാടാൻ കഴിയില്ല. നമ്മളെ പ്രൂസ് ഭയം വാങ്ങാൻ കാണിച്ചു തരാം. ഇവിടെ എവിടെ തൊട്ടായിരുന്നു പ്രൂസ് ഭയം ഉണ്ടായിരുന്നു. കുറച്ച് ഇങ്ങോട്ട് പോയാൽ തന്നെ കിട്ടും. അതാ അവിടെ പ്രൂസ് ഭയം ഉണ്ടായിരുന്നു. അപ്പോൾ പ്രൂസ് എടുത്ത് വില്ലേജ് ഞാൻ കാണിച്ചു തരാം. രാത്രി ആവാനായാലും ഇവിടെ ഒരു ലാവാപ്പൂളുണ്ട്. തൊട്ടടുത്ത് തന്നെ 2 ലാവാപ്പൂൾ തന്നെ ഉണ്ട്. ഉണ്ടാകണ്ട നമ്മളെ തലയുള്ള മറ്റേ മോഡ് കാരനാണ്. തലയെ മറ്റേ ഹെൽമെറ്റിൽ ടോർച്ച് ഉള്ളതുകൊണ്ടാണ് ആ മറ്റേ ലൈറ്റ് ഇങ്ങനെ കാണിക്കണം. നമ്മൾ രാത്രി മൈനിങ് കേവൊക്കെ ചെയ്യുമ്പോൾ നമ്മളിൽ ടോർച്ചില്ല, അതൊന്നും ഇല്ലെങ്കിൽ ഇത് നല്ല രീതിയിൽ ഉപകാരപ്പെടും. അതുകൊണ്ടാണ് നമ്മൾ ഈ മോഡ് കയറ്റിക്കുന്നത്. വില്ലേജർ കുറച്ചുള്ളൂ. ബാക്കിയുള്ള വില്ലേജറിനൊക്കെ നമ്മൾ ഏഷ്യം കൂറിനായതുകൊണ്ട് നമ്മളുകൊണ്ട് തീർത്തുണ്ട്. പക്ഷേ ചില വില്ലേജർ ഗ്രീൻ കോട്ടയായിരുന്നു ഇതിലെ. അത് ഉറങ്ങിയിട്ട് പിന്നെ നമുക്ക് വില്ലേജ് കാണിക്കാം. അവിടുന്ന് നമുക്കൊരു ക്യാരറ്റും കിട്ടി. ക്യാരറ്റ് നമ്മൾ മെയിനായിട്ട് വില്ലേജ് ബ്രീഡർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ക്യാരറ്റും കൂടി ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടുന്ന് തന്നെ വേറെ വില്ലേജ് തൊട്ടടുത്തിട്ടുണ്ടായിരുന്നു, അധികം ദൂരമൊന്നുമില്ല. റോളർ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വില്ലേജ് അതാ. ഇവിടും ഇതുണ്ട്. അയ്യോ പെട്ട്.
അവിടെ നമ്മൾ ഡെഡ് ബ്ലോക്ക് അവിടെ എന്ന് വെച്ചാൽ ഒന്നുമില്ല, അതൊക്കെ ഞാൻ ഓൾറെഡി ലൂട്ട് ചെയ്തൊക്കെ കഴിഞ്ഞു. ജസ്റ്റ് ഒന്ന് കീബോർഡ് അടിച്ചു പോയാൽ അതൊന്നും ശരിയാക്കിയതാണ്. അത്ര ഉള്ള ആ വില്ലേജ് അതിനൊന്നുമില്ല, കുറച്ച് വില്ലേജസ് ഉണ്ട്. നമുക്കഥവാ നമ്മളെ വില്ലേജ് അത് തികഞ്ഞില്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ഇവിടെ എത്തി. അപ്പോൾ നമുക്ക് ഇനി ഇതുണ്ടാക്കാനുള്ള സ്ഥലം തപ്പി കിടക്കുക. നമ്മൾ മെയിനായിട്ട് നോക്കണത് ഒന്നെങ്കിൽ ഈ സ്ഥലം ഇതിൻ്റെ ഏറ്റവും മേലായിട്ടാവും, ഏറ്റവും മേലെ ഉണ്ടാക്കുക. അതാണെങ്കിൽ കുറച്ച് ഇങ്ങോട്ടായിട്ട് ഏറ്റവും മേലായിട്ട് ഉണ്ടാക്കാം അല്ലേ. നമുക്ക് എനിക്കറിയാം ഇത് ചെറിയൊരു ബോറിംഗ് പാർട്ടാണ്. അപ്പോൾ അത് മെയിനായിട്ട് അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ സ്പീഡ് ഇട്ട് കാണിച്ചു തരാം, അതാണ് നല്ലത്. ബോറിംഗ് പാർട്ടാണ്, ബിൽഡ് ചെയ്യണ ഭയങ്കര ബോറിംഗ് പാർട്ടാണ്. അതേപോലെ മൈൻ ചെയ്യണതും വൻ ബോറിംഗ് പാർട്ടാണ്. അതുകൊണ്ട് സ്പീഡ് കാണിച്ചു തരാം. ആദ്യം കുതിരേനെ അവിടെ വെച്ചിട്ട് തരാം. അപ്പോൾ നമ്മൾ ഫുൾ സാധനം ബിൽഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പകുതി വരെ ബിൽഡ് ചെയ്യണ കണ്ടിട്ടുണ്ടാവുള്ളൂ. പകുതി എന്ന് വെച്ചാൽ ഡേറ്റൊക്കെ വിൽക്കണ വരെ കണ്ടിട്ടുണ്ടാവുള്ളൂ. ഞാൻ പകുതി കുറച്ച് കഴിഞ്ഞിട്ടും ബാക്കി പകുതി കുറച്ച് കഴിഞ്ഞിട്ടാണ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ രണ്ട് പാർട്ടായിട്ട് ഞാൻ റെക്കോർഡ് ചെയ്ത്. അപ്പോൾ ഒരു പാർട്ടിൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയി പോയിട്ട് ഗെയിം സംഭവം ഒരു പാർട്ട് കയ്യിൽ നിന്ന് അറിയാണ്ട് ഇങ്ങനോട് ഡിലീറ്റ് ആയിപ്പോയി, അതാണ് സംഭവം. അപ്പോൾ നമുക്ക് നേരെ നമ്മളെ സാധനം നമ്മൾ ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്, അത് ഞാൻ റെഡിയാക്കിയിട്ടില്ല, പക്ഷേ ഏകദേശം റെഡിയാക്കിയിട്ടുണ്ട്. ഫുൾ ബിൽഡ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഫുൾ ബിൽഡ് ആൻഡ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കി ഇതൊക്കെ നമ്മളിപ്പോൾ അത് പാത്ത് വേക്ക് അങ്ങോട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് തന്നെ നോക്കാം, അങ്ങോട്ട് തന്നെ പോവാം. ഓൾറെഡി പാത്തൊക്കെ ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കണ്ടോ.
ഗൈസ് ഇതാണ് ഇപ്പോൾ നമ്മൾ ബിൽഡ് ചെയ്തത്. ഇത്ര ബിൽഡ് ചെയ്തിട്ട് ഏകദേശം ഫുള്ള് കംപ്ലീറ്റ് ചെയ്തേക്കണം. ഇനി സാധനങ്ങളൊക്കെ ഫുള്ള് ബീറ്റും ക്യാരറ്റും വീറ്റും പൊട്ടാറ്റോ മെയിനായിട്ട് നമ്മൾ ഫാർം ചെയ്തില്ല. അതിൽ പൊട്ടാറ്റോ ഫുള്ളി വെച്ചിട്ടില്ല. അതേപോലെ തന്നെ ക്യാരറ്റും ഒന്ന് ഫുൾ വെച്ച് രണ്ടെണ്ണത്തിൽ ക്യാരറ്റും ഒന്നിൽ പൊട്ടാറ്റും ഒന്നിൽ ഇതാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ പിന്നെ ഒരു ചെസ്റ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരു ഹോവും പിന്നെ നമ്മൾ പൊട്ടിച്ച ബാക്കി വരുന്ന എക്സ്ട്രാ ഐറ്റംസൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഇതും വെച്ചിട്ടുണ്ട്. ഇതേപോലെ അറിയാണ്ട് നമ്മൾ കൈയൊക്കെ അറിയാണ്ടൊക്കെ ചാടി നമ്മൾ പോകും. അതിനുള്ളതൊക്കെയാണ് അത്. പിന്നെ ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ഇതൊക്കെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ക്യാരറ്റും അത് ക്യാരറ്റ്, അത് പൊട്ടാറ്റോ, ഇത് വീറ്റ്, ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ പൊട്ടാറ്റോ ഒറ്റ ലെയർ മാത്രമുണ്ട്. പൊട്ടാറ്റോ നമുക്ക് തിന്നാൻ വേണ്ടിയിട്ടാണ് പൊട്ടാറ്റോ ഉണ്ടാക്കിയിരിക്കുന്നത്. വീറ്റ് പിന്നെ നമ്മളെ മറ്റേ ഇത് ഫാമൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും ആവശ്യം വരും. മറ്റേ ക്യാരറ്റ് വില്ലേജ് ബ്രീഡർ അങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെയാണ് കൂടുതൽ ക്യാരറ്റ് ഞാൻ കൃഷി ചെയ്യണത്. ക്യാരറ്റ് കുറവാണ് തൽക്കാലം, നല്ല കുറവാണ് ക്യാരറ്റൊക്കെ. കണ്ടില്ലേ, നമുക്ക് വേണമെങ്കിൽ കുറച്ച് ലോങ് വ്യൂ നോക്കാം. ഓക്കെ, കണ്ടില്ലേ, ഇതാണ് നമ്മൾ മൊത്തത്തെ വ്യൂ. ഇതാണ് നമ്മളെ ഫുൾ വ്യൂ ആയിട്ട് ഇരിക്കുന്നത്. കണ്ടില്ലേ, ഏകദേശം നമ്മൾ ഏകദേശം സെറ്റായിട്ട് ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. അതിൽ കുറച്ച് നമ്മൾ ക്യാരറ്റും ഇതൊക്കെ വളർന്ന ഏകദേശം സെറ്റായി വരും. കണ്ട, അപ്പോൾ നമുക്ക് ഇനി ഡയറക്റ്റ് അയൺ ഫാമും ബിൽഡ് ചെയ്യാമെന്നു. അയൺ ഫാമല്ല, നമുക്ക് ഫുൾ അയൺ ആർമർ ആവണം. കുറച്ച് 22 അയൺ നമ്മളെ കയ്യുണ്ട്. അതായിട്ട് നമുക്ക് അയൺ ഫാം ആവാം. ഇന്ന് ഇത്ര വീഡിയോ തന്നെ ഉണ്ടാവുള്ളൂ. ഇന്ന് ഓവർ വലിയ വീഡിയോ ഒന്നും ഉണ്ടാവില്ല. ഒന്നാമത്തെ ടൈമില്ലാത്ത സമയത്താണ് റെക്കോർഡ് ചെയ്യുന്നത്. ആ സമയത്താണ് റെക്കോർഡ് ചെയ്യുന്നത്. തീരെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ നല്ല ഇത് പറ്റുന്നില്ല. ഇതേ ഉള്ളൂ. 23 ആയുണ്ട്. അതായിട്ട് നമുക്ക് ഇതെടുക്കാം. അയ്യുണ്ടായി നമുക്കിപ്പോൾ പുതിയ അപ്ഡേറ്റിൽ സാഡിലൊക്കെ വന്നിരിക്കണം. അതൊരു നല്ലത് തന്നെ. ഹെൽമെറ്റ് ഒരിൻ്റെ ഇവിടെ ഏതൊക്കെ ഉണ്ട്. ഇവിടെ ഓൾറെഡി ഹെൽമെറ്റ് ചെസ്റ്റ് പ്ലേറ്റ് മാത്രം നമുക്ക് ഇനി ഉണ്ടാക്കിയാൽ മതി. ഓൾറെഡി ഇവിടെ ഇതുണ്ട്. മറ്റേ സാധനം ഉണ്ടാക്കാൻ അത്ര ഉണ്ടാവുള്ളൂ. ഞാൻ എൻ്റെ തലയിൽ വെച്ച മറ്റേ ലൈറ്റിൻ്റെ ഇത് അയൺ ആർമറിലും ഉണ്ടാക്കാം. അതിനൊരു ലീഡും ഒരു ടോർച്ചും ഒരു ഹെൽമെറ്റും മതി. ഓക്കെ, അയൺ ടൂൾസ് പറ്റും. അയൺ ടൂൾസിനും കുറച്ച് ടൂൾസ് നമ്മളെ കയ്യിലുണ്ട്. ശരി, അങ്ങനെ ഫുൾ അയൺ ആർമർ ആയിട്ട് തലയുള്ള നോക്കണ്ട. ഒരു ചെറിയൊരു പക്ഷെ നല്ല രീതിയിൽ വെട്ടുണ്ട് കേട്ടോ. ആ സാധനത്തിന് നല്ല രീതിയിൽ വെട്ടുണ്ട്. അത് നമ്മൾ കോർപ്പർ ആർമർ ഉണ്ടല്ലേ, ഒരു ഇത് യൂസും പോലും ചെയ്തിട്ടില്ല എന്ന് പോലെ ലുക്കായിരിക്കും കോർപ്പർ ആർമറൊക്കെ. അഥവാ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും നോയ്സ് കേൾക്കുന്നുണ്ടെങ്കിൽ പറയണം. നമ്മളെ വാല്യുബിൾ ചെസ്റ്റിൽ കോർപ്പർ ആർമറൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓൾറെഡി സോഡ് ഉണ്ട് നമ്മളത്. ഒരു പിക്കുണ്ട്. അപ്പം ഇനി നമുക്ക് ആക്സും ഒരു ഇത് മതി. ഒരു ആക്സും ഷവലും മാത്രം മതി. അപ്പോൾ തന്നെ നമ്മൾ ഏകദേശം സ്റ്റിക്ക്
കഴിഞ്ഞല്ലേ സ്റ്റിക്ക് കഴിഞ്ഞ സ്റ്റിക്ക് പിന്നെ സ്റ്റിക്ക് ഇതാ ഓക്കെ കുറച്ച് സ്റ്റിക്ക് നമുക്ക് ആക്സ് പിന്നെ ഒരു ഷവൽ ഇത്ര സാധനം മതി. പിന്നെ നമുക്ക് കുറച്ചും കൂടി അയണുണ്ട് അതൊന്നുണ്ടെങ്കിൽ ഇത് അഥവാ നമ്മളെ അയൺ ഫാമിന് എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ ആവശ്യം വരും. അപ്പോൾ ഉറങ്ങിയിട്ട് നമുക്ക് കാണാം. അപ്പോൾ വീഡിയോ എൻ്റെ ചെയ്യാൻ ടൈമായി കുറച്ച് 15-16 മിനിറ്റ് ആയി തോന്നുന്നു വീഡിയോ എടുത്തിട്ട്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഈ ബിൽഡ് ഇഷ്ടപ്പെട്ട പറയണം കേട്ടോ, ബിൽഡ് ഇഷ്ടപ്പെട്ടാൽ പറയണം. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്ന വരെ ബൈ ബൈ.